കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ പീഡനം മാത്രമല്ല, ലൈംഗിക അതിക്രമങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടിയുണ്ട്. അത് നഗ്നതാ പ്രദർശനമാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് സ്വകാര്യ ബസ്സിനുള്ളിൽ ഒരു യുവതിക്ക് നേരെ, യുവതി എന്ന് പറയുമ്പോൾ 6 വയസ്സുള്ള മകൾക്കൊപ്പം യാത്ര ചെയ്ത യുവതിക്ക് നേരെ ഒരു യുവാവ് നഗ്നതാ പ്രദർശനം നടത്തി. അയാളുടെ ദൃശ്യങ്ങൾ യുവതി മൊബൈൽ ഫോണിൽ പകർത്തി. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട ആ യുവാവ് ഇറങ്ങി ഓടിക്കളഞ്ഞു ബസ്സിൽ നിന്ന്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ട്രെയിനിനുള്ളിൽ, ബസ്സുകൾക്കുള്ളിൽ, എന്തിന് പൊതു ഇടങ്ങളിൽ പോലും സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങൾ നടക്കുന്നുണ്ട്. എന്തിന് നഗ്നതാ പ്രദർശനം നടത്തുന്ന വ്യക്തികൾ പോലും, ഇത്തരത്തിലുള്ള യുവാക്കൾ പോലും പലപ്പോഴും സിനിമാ താരങ്ങളാകാം, സീരിയൽ താരങ്ങളാകാം. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സിനിമാ താരത്തെ അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനൊക്കെ ആരാണ് വളം വയ്ക്കുന്നത്? ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറ്റം ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് പതിവ്. കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ച് ചിലപ്പോൾ ചെറിയ കുറ്റമായിരിക്കാം. സ്ത്രീകളുടെ ദേഹത്ത് ഞാൻ തൊടുന്നില്ലല്ലോ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നില്ലല്ലോ, ഞാൻ അറിയാതെ പാൻറ്റിൻ്റെ സിബ് ഊരിപ്പോയതാണ്, അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തിയതാണ്, മുണ്ട് ഉയർത്തി കുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിരുദ്ധന്മാർക്ക് തടിതപ്പാം. എന്നാൽ ഒരു സ്ത്രീയുടെ മുന്നിൽ വെച്ച് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന വിവരം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം എന്ന വിവരത്തിനപ്പുറമുള്ള മാന്യത ഒരു പുരുഷന് ഉണ്ടായിരിക്കണം. അത് ഇല്ലാതെ പോകുന്നിടത്ത് അത് കുറ്റം തന്നെയാണ്. ആ കുറ്റത്തെക്കുറിച്ചുള്ള ധാരണ ഈ പുരുഷന് ഇല്ലാതെ പോകുമ്പോൾ അത് കുറ്റം തന്നെയാണ്. ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിന് ചെറിയ തോതിലുള്ള കുറ്റം ചുമത്തി അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നത് കൊണ്ടോ, അയാൾക്ക് കുഴലൂത്ത് നടത്തുന്നത് കൊണ്ടോ, അയാളെ ഹാരമർപ്പിച്ച് ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുന്നതോ കൊണ്ട് മാത്രം സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടട്ടെ. മറ്റൊന്ന്, ഇത്തരക്കാരെ സ്വീകരിക്കാൻ ചില രാഷ്ട്രീയ കക്ഷികൾ വെമ്പൽ കൊണ്ട് നിൽക്കുന്നുണ്ട്. കാപ്പ കുറ്റവാളികളെ, എന്തിന് പരോളിൽ ഇറങ്ങുന്ന കുറ്റവാളികളെ, എന്തിന് മയക്കുമരുന്ന് കേസിലെ പ്രതികളെ, എന്തിന് രാഷ്ട്രീയ കുറ്റവാളികളെ, കൊലക്കേസിലെ പ്രതികളെ, ഇവരെയൊക്കെ മാലയിട്ട് സ്വീകരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ തലങ്ങും വിലങ്ങും നെട്ടോട്ടമോടുകയാണ്. അവരെ ആലിംഗനം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ കേരളം കുറ്റവിമുക്തമായ കേരളമാകും? അപ്പോഴെങ്ങനെ കേരളത്തിൽ സാധാരണക്കാർ മര്യാദയ്ക്ക് സമാധാനത്തോടുകൂടി തലചായ്ച്ച് ഉറങ്ങും? എങ്ങനെ മാവേലി നാടാകും നമ്മുടെ നാട്? എങ്ങനെ നമ്മുടെ സ്ത്രീകൾ അന്തി ഉറങ്ങും? അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കിടന്നുറങ്ങുന്ന ജിഷമാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അവർ എങ്ങനെ തലചായ്ച്ചുറങ്ങും? എങ്ങനെ സുരക്ഷിതരായിരിക്കും? ബസ്സുകളിൽ, KSRTC ബസ്സുകളിൽ മാത്രമല്ല, സ്വകാര്യ ബസ്സുകളിൽ മാത്രമല്ല, ട്രെയിനുകൾക്കുള്ളിൽ മാത്രമല്ല, എന്തിന് വിമാനങ്ങളിൽ പോലും സ്ത്രീകൾ ഇത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങൾ, അരക്ഷിതമായ തൊടലുകൾ, സ്പർശനങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ കുറ്റവാളി പ്രേമം കാണിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്. ഇങ്ങനെ കുറ്റവാളികളെ തോളോട് തോൾ ചേർത്ത് പിടിക്കുമ്പോൾ, കുറ്റവാളികൾക്കൊപ്പം നിൽക്കുമ്പോൾ, കുറ്റവാളികളുടെ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുറ്റവാളികളെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞ് വാഹനം ഓടിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഇത്തരക്കാരെ കയറൂരി വിടുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ലൈസൻസ് കൊടുക്കലാണ്. പോയി നിങ്ങളിതാ മുണ്ടുപൊക്കി കാണിക്കൂ, നിങ്ങൾ അവരുടെ മുന്നിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം കാണിക്കൂ, നിങ്ങൾ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ലൈംഗിക അതിക്രമം കാണിക്കൂ, അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടകൾ കാണിക്കൂ എന്ന ലൈസൻസ് കൊടുക്കുകയാണ്. നിങ്ങളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല. നിങ്ങളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് എഴുതി വയ്ക്കും, പുറത്തിറക്കി വിടും. പുറത്തിറക്കി വിട്ടാൽ ഞങ്ങൾ ഹാരവുമായി വന്ന് സ്വീകരിച്ചു കൊള്ളാം. ഇത് എവിടത്തെ നീതിയാണ്? കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാനല്ലേ? കേരളം ഭരിക്കുന്ന മന്ത്രിമാരിൽ ശ്രീ MB രാജേഷ് ഇല്ലേ? ശ്രീ വീണ ജോർജ് ഇല്ലേ? ഇവർക്കൊക്കെ മാന്യതയില്ലേ? ഇവർക്കൊക്കെ നാവില്ലേ? ഇവരൊക്കെ സാംസ്കാരിക കേരളത്തിന്റെ ജിഹോകളല്ലേ? ഇവരൊക്കെ സാംസ്കാരിക കേരളത്തിന്റെയും കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ പൈതൃക സ്വത്തായ സംസ്കാരത്തിന്റെയും കാവലാൾമാരല്ലേ? ഇവരല്ലേ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്? ഇവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഇവരെന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു? ഇവരെന്തുകൊണ്ട് ഇത്തരക്കാരെ കയറൂരി വിടുന്നു? അല്ലെങ്കിൽ ഇതൊക്കെ നിസ്സാരമെന്ന് കരുതിപ്പോകുന്നു?
ശരിയാണ്, വലിയ വലിയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇവർ. വലിയ വലിയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ്. വിഴിഞ്ഞം പോർട്ട് വരുന്നു. ശരിയാണ്, വിഴിഞ്ഞം പോർട്ട് നാടിൻ്റെ വികസനം തന്നെയാണ്. അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, പല വികസന പ്രവർത്തനങ്ങൾ, സ്മാർട്ട് സിറ്റി വേണം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എന്ത് വേണം? മെട്രോ റെയിൽ വേണം. അതുപോലെ കേരയിൽ വേണം. തുറമുഖ വികസനം വേണം. എല്ലാം എല്ലായിടത്തും വേണം. എന്നാൽ ഒപ്പം ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരന് അന്തി ഉറങ്ങണ്ടേ സമാധാനമായിട്ട്? ചേരികളിൽ താമസിക്കുന്നവർക്ക് അവരുടെ മാനം സംരക്ഷിക്കപ്പെടണ്ടേ? ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ മാനം സംരക്ഷിക്കപ്പെടണ്ടേ? അവർ സുരക്ഷിതരായി യാത്ര ചെയ്യണ്ടേ? അതോ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? അതോ ഇങ്ങനെയൊക്കെ കുറ്റം ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കലാണോ നിങ്ങളുടെയൊക്കെ പരിപാടി? ഇങ്ങനെയൊക്കെ സംരക്ഷിക്കാനാണോ പഠിക്കുക, പോരാടുക, സോഷ്യലിസം സിന്ദാബാദ് എന്ന് വിളിച്ച് നിങ്ങളൊക്കെ അധികാരത്തിലെത്തിയത്? തിരിഞ്ഞ് ചിന്തിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ട SFIക്കാരെങ്കിലും, പ്രിയപ്പെട്ട KSUക്കാരെങ്കിലും, പ്രിയപ്പെട്ട ABVPക്കാരെങ്കിലും? ഇത്തരം സംഭവത്തിനെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കണം. എങ്കിലേ ഈ സമൂഹം നാളെ നിങ്ങൾക്ക് ഒരു സല്യൂട്ട് നൽകുകയുള്ളൂ. നിങ്ങൾ വലിയ ആളുകളാകുമ്പോൾ, നിങ്ങൾ മുതിർന്ന രാജ്യത്തെയും സംസ്ഥാനത്തെയും ഒക്കെ നയിക്കാൻ പ്രാപ്തരാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സല്യൂട്ട് നൽകുകയുള്ളൂ. കാരണം നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ, നിങ്ങൾ യുവാക്കളായിരുന്നപ്പോൾ, നിങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നപ്പോൾ സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്ക് നേരെ നിങ്ങൾ നാവുയർത്തി, നിങ്ങൾ കരമുയർത്തി, നിങ്ങൾ പൊരുതി എന്ന് പറയുകയുള്ളൂ. അമ്മയെയും പെങ്ങന്മാരെയും നിങ്ങൾ സംരക്ഷിച്ചു. അമ്മ പെങ്ങന്മാർക്ക് നേരെ കാപാലികന്മാർ ഉടുമുണ്ട് പൊക്കി കാണിച്ചപ്പോൾ അവരെ താക്കീത് ചെയ്തു, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുവെന്ന് സമൂഹം പറയുകയുള്ളൂ. ഇന്ന് കാഞ്ഞങ്ങാടെങ്കിൽ നാളെ പാറശാല നടക്കാം, നാളെ പാറശാലയെങ്കിൽ മറ്റൊരു ദിവസം കോഴിക്കോട് നടക്കാം, മറ്റൊരു ദിവസം കോഴിക്കോടെങ്കിൽ പിന്നൊരിക്കൽ കോട്ടയത്ത് നടക്കാം, കോട്ടയത്തെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കാം, തിരുവനന്തപുരത്തെങ്കിൽ കൊല്ലത്ത് നടക്കാം, കൊല്ലത്തെങ്കിൽ കോഴിക്കോട് നടക്കാം, കോഴിക്കോടെങ്കിൽ എവിടെ നടക്കാം? അങ്ങ് കാസർഗോഡ് നടക്കാം, കാസർഗോഡെങ്കിൽ പിന്നെ പാലക്കാട് നടക്കാം, പാലക്കാടെങ്കിൽ പിന്നെ മൂകാംബികയിൽ നടക്കാം. അങ്ങനെ നാടിന് ഭേദമില്ല, എവിടെയും നടക്കാം, എന്തും നടക്കാം എന്നൊരു സ്ഥിതി, സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ എവിടെയും നടക്കാമെന്നൊരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. അത് തടയപ്പെടണം. കാഞ്ഞങ്ങാട് പിടിക്കപ്പെടണം, ആ വ്യക്തി പിടിക്കപ്പെടണം, അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ക്യാമ്പസുകൾക്കുള്ളിൽ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്ന പാർട്ടി നേതാക്കളുണ്ടാകാം, യുവ നേതാക്കളുണ്ടാകാം. അതല്ല പാർട്ടി നേതൃത്വം വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. പടം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കലല്ല, പടം പിടിച്ച് ഭീഷണിപ്പെടുത്തലല്ല സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്ന് വിളിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ആണിക്കല്ല്, അല്ലെങ്കിൽ അവരുടെ ജനാധിപത്യ ബോധം. അവരുടെ സൗഹൃദം എന്ന് പറയുന്നത് പടം പിടിച്ച് ഭീഷണിപ്പെടുത്തലല്ല, പടം പിടിച്ച് മോർഫ് ചെയ്യലല്ല. അത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരലാണ് ഇത്തരം യുവജന പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ചുമതല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സമൂഹത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാവലാളായി മാറുക. കാസർഗോഡ് ഇന്നലെ നടന്ന അനിഷ്ട സംഭവത്തിൽപ്പെട്ട പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് ഏത് ഉന്നതനാണെങ്കിലും അയാൾക്ക് ശിക്ഷ വാങ്ങി നൽകാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം. അല്ലാതെ ചില സിനിമാ നടനാണ് അല്ലെങ്കിൽ ഉന്നതനാണ് എന്ന് പറഞ്ഞ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചാൽ, ഇന്നൊരാളെ വിട്ടയച്ചാൽ നാളെ 10 പേരാകും ഇത്തരം കുറ്റം ചെയ്യുന്നത്. 10 പേര് 100 പേരാകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ എന്താകും? ഒരിക്കലും പൊതു ഇടങ്ങളിൽ മാത്രമല്ല ഒരിടത്തും സ്ത്രീകൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ കേരളത്തിൽ ഇടയാകരുത്. ഇത്തരം സംഭവങ്ങൾ കാസർഗോഡ് മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, കാസർഗോഡെന്നോ പാറശാലയെന്നോ കോഴിക്കോടെന്നോ മൂകാംബികയെന്നോ എന്നല്ല, കേരളത്തിൽ ഒരിടത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ.